മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം മെയ് മാസം 23-ന് റിലീസിന് ഒരുങ്ങുകയാണല്ലോ. ഈ ടർബോ എന്ന ചിത്രം വൈശാഖുമായി മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ചിത്രമാണ്. പോക്കിരി രാജ, മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ടർബോ എന്ന ചിത്രം. മലയാള സിനിമയെ 100 കോടി ക്ലബിലേക്ക് കയറ്റിയ ഒരു സംവിധായകനാണല്ലോ വൈശാഖ്. വൈശാഖ് എന്ന സംവിധായകൻ തുടർച്ചയായി ഹിറ്റ് ചിത്രങ്ങൾ മാത്രം എടുക്കുന്ന ഒരു സംവിധായകനാണ് എന്ന് ഞാൻ പറയില്ല. കാരണം വൈശാഖിൻ്റെ സംവിധാന ജീവിതത്തിൽ വിജയവും പരാജയവും ഇടകലർന്ന് നിൽക്കുന്ന ഒരു സംവിധായകനാണ് വൈശാഖ്. അദ്ദേഹം എടുത്ത ചില ചിത്രങ്ങൾ വമ്പൻ ഹിറ്റുകളാവുകയും എന്നാൽ ചില ചിത്രങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമ ഇൻഡസ്ട്രിയിൽ വിജയവും പരാജയവും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണല്ലോ. സംവിധായകരായ IV ശശിയും ജോഷിയും സത്യൻ അന്തിക്കാടും ഇവരും എല്ലാവരും വർഷങ്ങളായി സിനിമകൾ എടുത്തു വന്നിരുന്ന 90കളിൽ വരെ സിനിമകൾ എടുത്തു വന്നിരുന്ന സംവിധായകരിൽ പലരും സിനിമകൾ ഈ പല സിനിമകളും അവരൊരു വിജയ തുടർച്ച ആവർത്തിക്കാനാകാതെ IV ശശിയുടെ സിനിമകളായാലും പരാജയപ്പെട്ടത് നമ്മൾക്കറിയാം. അതുപോലെ ജോഷിയുടെ ചിത്രങ്ങൾ, ജോഷി എന്നും ഒരു സംവിധാന കലയുടെ കുലപതി എന്ന് പറയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ജോഷി എന്ന സംവിധായകനെ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിനും കാലിടറിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ സംവിധാനം അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന കഥയും അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളുടെ കാസ്റ്റിങ്ങും എല്ലാം ഒത്തുവരികയും സിനിമ ഒരു എൻ്റർടൈനർ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് സിനിമ ഒരു എല്ലാവരിലും എത്തിപ്പെടുന്നതും അതൊരു മെഗാ ഹിറ്റായി തീരുന്നതും. എന്തായാലും ഈ തുടർച്ചയായി ഹിറ്റ് നൽകാത്ത സംവിധായകനെ നമ്മൾ മോശപ്പെട്ട ഒരു സംവിധായകനാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ ഇപ്പോൾ വൈശാഖിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈശാഖ് സംവിധാനം ചെയ്ത ഈ മധുരരാജ എന്ന ചിത്രം, പോക്കിരി രാജ എന്ന ചിത്രം, ഈ രണ്ട് സിനിമകളും മമ്മൂട്ടിയെ വെച്ചെടുത്ത ഈ രണ്ട് സിനിമകളും വമ്പൻ ഹിറ്റുകളായിരുന്നു. അപ്പോൾ ഈ മമ്മൂട്ടിയുമായി വൈശാഖ് ഒരുമിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് ഇപ്പോൾ വരാൻ പോകുന്ന ടർബോ എന്ന ചിത്രം. എന്തായാലും ഈ ടർബോ എന്ന ചിത്രം ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണെന്നാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ സാഹസികമായ സംഘടന രംഗങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരു മികച്ച സിനിമ അനുഭവം തന്നെയായിരിക്കും തിയേറ്ററുകളിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മമ്മൂട്ടി വൈശാഖ് ടീമിൻ്റെ തുടർച്ചയായുള്ള മൂന്നാമത്തെ ചിത്രം ആണ് ഈ ടർബോ എന്ന ചിത്രം. എന്തായാലും ചിത്രം തിയേറ്ററിൽ ഒരു വൻ ഹിറ്റാവുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ക്രമയുഗം എന്ന ചിത്രത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി മമ്മൂട്ടി ഈ ദുബായിലെത്തിയപ്പോൾ അവിടെയുള്ള ഈ സ്റ്റേജിലിരുന്ന പല ആളുകളും ചോദിക്കുന്നത് കണ്ടു, ഇത് എങ്ങനെയുള്ള സിനിമയാണ്, ഇത് ഹൊറർ സിനിമയാണോ അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോണറിലുള്ള സിനിമയാണോ എന്ന് ചോദിക്കുന്നതുണ്ട്. അപ്പോൾ ഈ മെഗാസ്റ്റാറായ നമ്മുടെ മമ്മൂട്ടി പറയുന്നത്, നിങ്ങൾ ആദ്യം, ഞാൻ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കൂ ഇത് ഏത് തരത്തിലുള്ള സിനിമയാണ്. ചിത്രം മമ്മൂട്ടി പറഞ്ഞതുപോലെ നമുക്ക് സിനിമ കണ്ട ശേഷം നമുക്ക് തീരുമാനിക്കാം സിനിമ എത്തരത്തിലുള്ള സിനിമയാണ്, അത് മികച്ച സിനിമയാണോ അല്ലയോ എന്നുള്ളത്.